ഇത്രയും വൾഗർ ഡ്രസ്സൊന്നും ഞാൻ ഇടില്ല എന്ന് അനുമോള് പറഞ്ഞതായിട്ടാണ് ആദില നൂറയോട് പറയുന്നത്. ആദില നൂറയോട് പറയുകയാണ്, അവൾ അങ്ങനെ പറഞ്ഞു, അവൾ വലിയ വലിയ കുലസ്ത്രീയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൾഗറായിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് രണ്ടുപേരുടെയും ഒരു നൂറ ആദിലയുടെ കോൺവെർസേഷനിൽ ഞാൻ കേട്ട കാര്യമുണ്ട് ലൈവിൽ. അപ്പോൾ എന്താണ് കാര്യം എന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കിച്ചണിലോട്ട് കണ്ടില്ലേ ജിസേലിൻ്റെ ഡ്രസ്സിങ്? സത്യം പറഞ്ഞാൽ ആര് കണ്ടാലും ഒരു തുണി ഉടുക്കാതെ ചന്തി ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കണ ഒരു ജിസേലിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സ്കിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇടുന്ന ലഗിൻസ് അല്ല. നമ്മൾ സാധാരണ ഇടുന്ന ലഗിൻസിന് ഇതുപോലെ എന്താ പറയുക, ഈ ബാക്കിലെ ചന്തി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ലെഗിൻസ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഉടുപ്പിട്ടിട്ടാണ്, എന്നാൽ പോലും നമ്മൾ ഉടുപ്പിടാതെ നമ്മൾ ലെഗിൻസ് ഇട്ടാൽ ഒരിക്കലും കാണില്ല. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു സാധനം. സത്യം പറഞ്ഞാൽ ഈ രണ്ടല്ല മൂന്നുണ്ട്, നിവിനെ കൂട്ടണ്ട, രണ്ട് ആമ്പിള്ളേർ നിൽക്കുന്ന പിന്നെ ഷാനവാസും മനീഷും. ഇവർ എന്ത് ചെയ്യണം? ഇവർ കണ്ണടയ്ക്കണ്ടായോ? എന്നിട്ട് അവളത് പൊക്കി കാണിക്കുകയാണ്. തൻ്റെ പിൻഭാഗം ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ഉടുപ്പ് പൊക്കി കാണിക്കുന്ന ഒരു രംഗമാണിത് കേട്ടോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇത്രയും വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞതിന് എന്തിനാണ് ഈ ആദില ഇത്രയും കൂടുതൽ വിമർശിക്കാനായിട്ട് നൂറയുമായിട്ട് ഈ ഒരു സംസാരം? എന്നിട്ട് നൂറ പറയുന്നു ഞാനത് ചോദിക്കും. നല്ല നാണമില്ലേ? ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമല്ല. ഒരു മര്യാദ വേണ്ട, ഒരു ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു നാണവും ഇല്ലേ? നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ എന്നെ വല്ല അമ്മായിന്നോ അമ്മാമ്മയെന്നോ അമ്മച്ചിയെന്നോ എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ദൈവമേ, ഇനി കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് ഇത് കണക്കുള്ള ഡ്രസ്സ് ഇട്ട് തുണിയും പൊക്കി രണ്ട് ആമ്പിള്ളേരുടെ പോട്ട് ഇത്രയും 72 ക്യാമറയുടെ മുന്നിൽ നിൽക്കാനായിട്ട് നമുക്ക് ഒരിത്തിരി ഉളുപ്പുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, പണത്തിന് മേലെ പരുന്തും പറക്കത്തില്ല എന്നൊക്കെ ഒരു ചെല്ലുണ്ടല്ലോ അല്ലേ? പണത്തിന് മേലെ പരുന്തല്ലേ? അപ്പോൾ അത് തന്നെ ഇവർക്കൊക്കെ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്നുള്ളതാണ്. കണ്ടില്ലേ ഡ്രസ്സിങ്? എന്നാൽ ചോദിക്കും, ഞാൻ ഡബിൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഇതാണോ ഡ്രസ്സ്? ഇത് എന്തൊരു ഡ്രസ്സ്? ഇത് എവിടെ കിട്ടും ഈ ഡ്രസ്സ്? ഇതെന്ത് പ്രത്യേകമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചു വെക്കണ വല്ല സാധനമാണ്. എന്നിട്ട് അത് ഉടുപ്പ് പൊക്കി കാണിക്കുവാണ്. എൻ്റെ ചന്തി കണ്ടോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മുഖം ചുളിക്കുന്നുണ്ടെങ്കിൽ സോറി, എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം മോശമായിട്ടുള്ള ഒരു രംഗമാണിത് ഒരു കിച്ചണിൽ. ഇത് അനുമോള് പറഞ്ഞു ഇത്രയും വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കില്ലെന്ന്. അപ്പോഴത്തേക്ക് അവൾ കുലസ്ത്രീയായി, അവൾ മറ്റേതായി മറിച്ചതായി. സത്യമാണ്, ഇദ്ദേഹത്തുള്ള ഡ്രസ്സ് ധരിക്കാൻ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരൊറ്റ പെമ്പിള്ളാർക്കും പറ്റില്ല. എല്ലാവരും മോഡേൺ ഡ്രസ്സും അവരവരുടെ ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കും. പക്ഷേ ഇതുപോലെ ഉള്ള ഡ്രസ്സ് ധരിക്കാൻ മലയാളി പെൺകുട്ടികൾക്ക് കുറച്ച് ചളുപ്പൊക്കെ ഉണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ബിക്കിനി പോലും ഇട്ടേക്കുന്ന പിള്ളേർക്ക് പോലും ഇതേ കണക്കുള്ള ഒരെണ്ണം രണ്ട് ആമ്പിള്ളേരെ മുന്നിലേക്ക് പൊക്കി കാണിച്ച് നിൽക്കാനായിട്ട് ഒരു നാണം ഉണ്ടാവും. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു ജന്മം.